പരാജയം ഉറപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ആശയങ്ങളും മൂല്യങ്ങളും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് പരാജയപ്പെടുമെന്നുറപ്പുള്ള രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. എന്നാൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനേക്കാൾ ഈ വിശേഷണം കൂടുതൽ യോജിക്കുക ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനാണ്. കാരണം ഒരു വശത്ത് അഹിംസയെന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ആഗോള വക്താവായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരുന്ന ചെറുമകൻ ഗോപാൽകൃഷ്ണ ഗാന്ധിയും മറുവശത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താക്കളായ ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷൻ വെങ്കയ്യ നായിഡുവും. ഹിന്ദു തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ചെറുമകനും ഹിന്ദു മതാധിഷ്ഠിത പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളായ ആർ.എസ്.എസിൽ അഭിമാനം കൊള്ളുന്ന മുൻ ബി.ജെ.പി അധ്യക്ഷന് മത്സരിക്കുമ്പോൾ പ്രത്യയശാസ്ത്ര പോരാട്ടം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഗാന്ധിയൻ പാത ശക്തമായി പിന്തുടരുന്ന നെൽസൺ മണ്ടേലയുടെ ദക്ഷിണാഫ്രിക്കയിൽ ഗോപാൽകൃഷ്ണ ഗാന്ധി ഹൈക്കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യം ഒരു സുപ്രധാന സന്ധിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ പോരാട്ടം ചരിത്രത്തെ മാത്രമല്ല ഭാവിയെ സംബന്ധിക്കുന്ന ഗൗരവമേറിയ ചിന്തയും പങ്കുവെക്കുന്നുണ്ട്. അതേസമയം പ്രത്യയശാസ്ത്ര പോരാട്ടത്തിൽ ചില വൈരുദ്ധ്യങ്ങളും പ്രകടമാകുന്നുണ്ട്. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് 2014 ശൈത്യകാല സമ്മേളനത്തിൽ നടന്ന ചർച്ചയിലാണ് കേന്ദ്രമന്ത്രിയായിരുന്ന വെങ്കയ്യ നായിഡു ആർ.എസ്.എസ് പശ്ചാത്തലത്തിൽ അഭിമാനിക്കുന്നുവെന്ന പരാമർശം നടത്തിയത്. മന്ത്രിയുടെ ആർ.എസ്.എസ് അനുകൂല പരാമർശത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ എസ്.പിയുടെ ഇന്നത്തെ നിലപാടാണ് പ്രത്യയശാസ്ത്ര പോരാട്ടത്തിലെ വൈരുദ്ധ്യം. അന്ന് ആർ.എസ്.എസ് പശ്ചാത്തലം കുറവായി തോന്നിയ മുലായം സിംഗ് യാദവിന്റെ നിലപാട് തറ 3 വർഷം പിന്നിടുമ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇത്തരം ഘടകം മറിച്ചിലുകൾ പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.